ഹലോ, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ചില്ലി ഫ്രൈൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വലിയനാൾക്ക് കിട്ടിയ ബീഫൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി മക്കൾക്കൊന്ന് കൊടുത്തു നോക്കൂ. ഏത് ബീഫ് കഴിക്കാത്ത മക്കൾക്കും ഇഷ്ടപ്പെടും. ഈ ഒരു അടിപൊളി ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കുക്കറിൽ നമ്മുടെ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വേവിക്കുമ്പോൾ അധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം സുർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുർക്ക ഇല്ലെങ്കിൽ നാരങ്ങ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആദ്യം തന്നെ ബീഫിൽ ഇട്ടത് കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഈ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയിൽ ബീഫൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് തന്നെ കറിവേപ്പിലയും മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില എന്തായാലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഞാൻ അടുപ്പത്തെ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിലൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഈ കറിവേപ്പിലയും ബീഫൊക്കെ ഇട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒന്ന് തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ വാങ്ങുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾക്കൊക്കെ കിട്ടിയ ബീഫ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട്